ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ഈ ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. നാം ഇവിടെ ഒരുപാട് തവണ ചർച്ച ചെയ്തതും എന്നാൽ 96 തത്വങ്ങളുടെ വിഷയത്തിൽ വരുന്നതുമായിട്ടുള്ള പഞ്ച അവസ്ഥകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നമ്മൾ പഞ്ചവസ്ഥകൾ എന്നുള്ള രൂപത്തിലല്ല പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ബോധത്തിന്റെ അല്ലെങ്കിൽ മനസ്സിന്റെ 6 തലങ്ങൾ എന്നുള്ള രൂപത്തിലാണ് നമ്മൾ പ്രതിപാദിച്ചിട്ടുള്ളത്. പക്ഷെ ഇവിടെ പഞ്ചവസ്ഥകളിൽ ഗുരു മണിയേട്ടൻ നമുക്ക് പകർന്നു തന്ന രീതി അനുസരിച്ച് 5 അവസ്ഥകളെ കുറിച്ചാണ് പറയുന്നത്. ആ 5 അവസ്ഥകളെ നമുക്ക് ഇവിടെ നിന്ന് പ്രതിപാദിക്കാം. അതിനെക്കുറിച്ച് നമ്മുടെ ചിത്രത്തിൽ പറയുന്നത് ഇങ്ങനെ: ദ പഞ്ച് അവസ്ഥ ആർ ദ ലെവൽസ് ഓഫ് കോൺഷ്യസ്നെസ് ഇൻ സർക്കാരിയൻ റീതി. ഒരു ശരീരം അതിന്റെ ധർമ്മ സംവേദകരായ അന്ധക്കരണങ്ങൾ വഴി അനുഭവിക്കുന്ന ബോധതലങ്ങളാണ് അവസ്ഥകൾ. പഞ്ചേന്ദ്രിയങ്ങൾ വഴി സ്ഥൂല ലോകത്തെ അനുഭവിക്കുകയും സൂക്ഷ്മ കാരണ ലോകങ്ങളെ വിചാരം ചെയ്യുകയും ചെയ്യുന്ന ബോധ അവസ്ഥയാണ് ജാഗ്രത. സ്മൃതീന്ദ്രിയങ്ങൾ വഴി സൂക്ഷ്മലോകത്തെ അനുഭവിക്കുകയും കാരണലോകത്തിന് വഴിപ്പെടുകയും ചെയ്യുന്ന ഉപബോധ അവസ്ഥയാണ് സ്വപ്നം. സ്വത്വേന്ദ്രിയങ്ങൾ വഴി കാരണലോകത്തെ വ്യാപാരങ്ങളിൽ വിധേയപ്പെടുന്ന ശിക്ഷിതാവബോധ അവസ്ഥയാണ് സുഷുപ്തി. ജീവേന്ദ്രിയങ്ങൾ വഴി കാരണലോകത്തിലായിരിക്കുന്ന സഹജാവബോധാവസ്ഥയാണ് തുരീയം. പരമേന്ദ്രിയങ്ങൾ വഴി കാരണലോകത്തിൽ ആയിരിക്കുന്ന വെളിയുൾ ബോധാവസ്ഥയാണ് തുര്യാതീതം എന്നത്. ഈ അവസ്ഥകളിലൂടെ ഉണർന്നും ഉറങ്ങിയുമുള്ള ചാക്രിക യാത്രയാണ് ഓരോ ശരീരത്തിന്റെയും ജീവനം. ഇതാണ് നമ്മൾ അവസ്ഥകളെ കുറിച്ച് ഇന്ന് സംസാരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കുറച്ച് കാര്യങ്ങളാണ് ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, തുരീയം എന്നുള്ള അവസ്ഥകളിൽ നമ്മൾ യാത്ര ചെയ്യുന്നു എന്നുള്ളത്. ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ ജീവിതത്തിൽ ഉണർന്നിരിക്കുകയും ഉറങ്ങുകയും ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം. ഇതിനിടയിൽ എപ്പോഴൊക്കെയോ നമ്മൾ സ്വപ്നം കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഉറക്കത്തിനും ഉണർവിനും ഇടയിലുള്ള ഒരു അവസ്ഥയിലൂടെ പോകുന്നുണ്ട്. ഉണർന്നിരിക്കുന്ന സമയത്ത് നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങൾ ആക്റ്റീവാണ്. കണ്ണ്, നാക്ക്, മൂക്ക് എന്ന് പറയുന്ന പഞ്ചേന്ദ്രിയങ്ങളെല്ലാം ആക്റ്റീവാണ്. ആ പഞ്ചേന്ദ്രിയങ്ങൾ വഴി നമ്മൾ ഈ സ്ഥൂല ലോകത്തെ, നമ്മുടെ ലോകത്തുള്ള ഭൗതിക ലോകത്തെ അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം ഈ ഭൗതിക ലോകത്തെ അനുഭവിക്കുന്നതിനൊപ്പം അതിനെ അറിയാനും വിശകലനം ചെയ്യാനുമായിട്ട് നമ്മുടെ അകത്തുള്ള കാര്യകാരണങ്ങളെയെല്ലാം നമ്മൾ വിശകലനം ചെയ്യുന്നുമുണ്ട്, അവയുടെ സഹായം ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ സൂക്ഷ്മകാരണ ലോകങ്ങളെ വിചാരം ചെയ്യാനുള്ള ബോധാവസ്ഥയാണ് ജാഗ്രത. ഇത് പറയുമ്പോൾ സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്ന് പറയുന്ന 3 വിധം ശരീരങ്ങളെ കുറിച്ച് ഈ നമ്മുടെ തത്വവിചാരങ്ങളിൽ വരുന്നുണ്ട്. അതില് മണിയേട്ടൻ പറഞ്ഞു തന്ന ഈ ഒരു പദ്ധതിയിൽ അത് പ്രത്യേകമായി എടുത്തു പറയുന്നില്ല, അതിവിടെ ചേർത്ത് പറയേണ്ടതുണ്ട്. അത് അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് നമ്മളിവിടെ കാണുന്ന ലോകം എന്ന് പറയുന്നത് സ്ഥൂല ലോകമാണ്. സ്ഥൂല ലോകത്തെ ഇങ്ങനെ ആക്കി എടുക്കുന്നതിന്റെ പിറകിൽ, ഈ ഭൗതിക ലോകത്തെ ഇങ്ങനെ ആക്കി നിർത്തുന്നതിന്റെ പിറകിൽ അതിന്റെ കാരണമാകുന്ന ഒരു സംഘാടക തത്വവും അല്ലെങ്കിൽ പ്രതിഭാസ തത്വവും ഉണ്ടായിരിക്കും. അപ്പോ സ്ഥൂലമായി ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു അവസ്ഥയുടെ പിറകിൽ അതിന് പശ്ചാത്തലമാകുന്ന അതിന് നിദാനമാകുന്ന ഒരു പ്രതിഭാസ അവസ്ഥ ഉണ്ടായിരിക്കും. അതിനെയാണ് സൂക്ഷ്മ ശരീരം എന്ന് പറയും. ഈ സൂക്ഷ്മ ശരീരം ഇങ്ങനെ ആയിത്തീരുന്നതിന് ഒരു ധർമ്മ കാരണം ഉണ്ടായിരിക്കും. എന്തുകൊണ്ടോ ആണ് അതങ്ങനെ ആയിട്ടുള്ളത്, അതിന് ഒരു ധർമ്മമുണ്ട്. ആ ധർമ്മം നടപ്പിലാക്കാൻ വേണ്ടിയാണ് അതങ്ങനെ ഉണ്ടായിട്ടുള്ളത് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. അപ്പൊ ഇതാണ് കാരണ ശരീരം എന്ന് പറയുന്നത്. അപ്പോ സ്ഥൂലാവസ്ഥയിൽ പ്രത്യക്ഷമാകുന്നതിന് പിറകിൽ അതിനെ അങ്ങനെ സംഘാടനം ചെയ്യുന്ന സൂക്ഷ്മാവസ്ഥയുണ്ട്. അതിന് നിദാനമാകുന്ന, അതിന് കാരണമാകുന്ന ഒരു ധർമാവസ്ഥ അല്ലെങ്കിൽ കാരണാവസ്ഥയുണ്ട്. ഈ 3ഉം കൂടെ ചേർന്നാണ് ഒരു ശരീരം എന്ന് പറയുന്നത്. നമ്മൾ ഇത്ര മാത്രമല്ല, ഇതിന് ഇപ്പുറവും കൂടെ നമ്മൾ പറയുന്നുണ്ട്. അതിനെ സഞ്ചാലനം ചെയ്യിക്കുന്ന മാനസ ശരീരമുണ്ട്, അതിനെ അനുരൂപപ്പെടുത്തുന്ന ജ്ഞാന ശരീരമുണ്ട്, അതിനെ സഞ്ചാലനം ചെയ്യിക്കുന്ന ചൈതന്യ ശരീരമുണ്ടെന്നൊക്കെ ഒളിമ്പസ് പറയുന്നുണ്ട്.
തൽക്കാലത്തേക്ക് നമ്മൾ അവിടേക്ക് പോകണ്ട. പൊതുതത്വത്തിൽ പറയുന്ന സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളെ മാത്രം എടുക്കുക. അങ്ങനെ സ്ഥൂലാവസ്ഥയെ നേരിട്ട് കൈകാര്യം ചെയ്യുക, സ്ഥൂലാവസ്ഥയിൽ ഭ്രമിക്കുന്ന, സ്ഥൂലാവസ്ഥയെ തൊട്ടറിയുന്ന, അവയെ ഇന്ദ്രിയങ്ങളുമായിട്ട് സംവദിക്കുന്ന, എന്നാൽ അതിന് കാരണമാകുന്ന സൂക്ഷ്മാവസ്ഥകളെയും കാരണാവസ്ഥയെയും വിചാരം ചെയ്യുന്ന ഒരവസ്ഥയാണ് ജാഗ്രത്. ജാഗ്രത എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, നിങ്ങളിപ്പോൾ ഉണർന്നിരിക്കുമ്പോൾ എന്തായിരിക്കുന്നു അത് ജാഗ്രത. ജാഗ്രതയിലായിരിക്കുക, എന്താണ് സംഭവിക്കുന്നത്, എന്താണ് ചുറ്റുമുള്ളത് എന്നാണ് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന, സെൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ജാഗ്രത. ഇനി ഈ ജാഗ്രതയിൽ നിങ്ങൾ ആശ്രയിച്ചിട്ടുള്ളത് പഞ്ചേന്ദ്രിയങ്ങളെ അല്ലെങ്കിൽ ജ്ഞാനേന്ദ്രിയങ്ങളെ ആണെങ്കിൽ, ഇവിടെ അടുത്ത തലത്തിൽ നിങ്ങൾ ആശ്രയിക്കുന്നത് സ്മൃതീന്ദ്രിയങ്ങളാണ്. ഇന്ദ്രിയങ്ങൾ എന്താണെന്ന് നമുക്കറിയാം. ഇന്ദ്രിയം എന്ന് പറയുന്നത് രണ്ട് വ്യവസ്ഥാതലങ്ങൾ തമ്മിൽ സംവേദനം ചെയ്യുന്ന ആ സംവേദന ഗ്രാഹികളാണ് ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ സ്മൃതീന്ദ്രിയം എന്ന് പറയുന്നത് ഓർമ്മകൾ വഴി, അതായത് നിങ്ങളുടെ ചിന്തയുടെ ലോകത്ത് നിന്നും ഓർമ്മയായി സൂക്ഷിക്കേണ്ടവയെ സ്വീകരിക്കുകയും ചിന്താലോകത്തേക്ക് ഓർമ്മകളെ വിട്ടുകൊടുക്കുകയും ചെയ്യുന്ന സ്മൃതി, നിങ്ങളുടെ അനുഭവത്തിന്റെ ലോകത്ത് നിന്നും ഓർമ്മകളെ സ്വീകരിക്കുകയും അനുഭവങ്ങളാക്കി അവയെ സൂക്ഷിക്കുകയും ചെയ്യുന്നത് സ്മൃതി. അപ്പോ ഈ അകത്തും പുറത്തുമുള്ള വ്യവസ്ഥാ തലങ്ങളുമായിട്ട് ഓർമ്മയുടെ വിശ്വാസങ്ങളുടെ ഒരു പദ്ധതിയെ രൂപീകരിക്കുന്ന ഇന്ദ്രിയങ്ങളാണ് സ്മൃതീന്ദ്രിയം എന്ന് പറയുന്നത്. ഈ സ്മൃതീന്ദ്രിയങ്ങൾ വഴി നമ്മൾ സൂക്ഷ്മലോകത്തെ അനുഭവിക്കുന്നു. അതായത് കാര്യകാരണങ്ങളെയൊക്കെ വെച്ചുകൊണ്ടാണ്, അതായത് നമ്മളൊരു ഭൗതിക രൂപത്തെ ഭൗതിക രൂപമായിട്ടല്ല ഉൾക്കൊള്ളുന്നത്. ഭൗതിക രൂപത്തിന്റെ ചില പാരാമീറ്റേഴ്സിനെയാണ് നമ്മൾ ഉൾക്കൊണ്ട് വെക്കുന്നത്. ആ പാരാമീറ്റേഴ്സിനെ നമ്മൾ ശേഖരിച്ചു വെച്ചിട്ട് ആ പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ് ഈ ഭൗതിക ലോകത്തെ മനസ്സിലാക്കുന്നത്. അപ്പോ ഈ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്ന ആ സൂചകങ്ങൾ ആണ് ഓർമ്മകളായിട്ട് നിൽക്കുന്നത്. അപ്പോ സ്മൃതീന്ദ്രിയങ്ങൾ വഴി സൂക്ഷ്മലോകത്തെ അനുഭവിക്കുന്നു, അതായത് പാരാമീറ്റേഴ്സിനെ അനുഭവിക്കുന്നു. കാരണലോകത്തിന് വഴിപ്പെടുന്നു. ധർമ്മം എന്താണോ പറയുന്നത് ധർമ്മത്തിനനുസരിച്ച് പോകാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ പോകേണ്ടി വരുന്നു. ഇതാണ് സ്മൃതീന്ദ്രിയം വഴി അനുഭവിക്കുന്ന സ്വപ്നം എന്നുള്ളത്. അതായത് ഉണർന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണർന്നിട്ടുണ്ട്, ഉണർന്നിട്ടില്ലേന്ന് ചോദിച്ചാൽ ഉണർന്നിട്ടില്ല എന്ന് പറയുന്ന ഒരവസ്ഥ. ഉറക്കമാണോ ഉണർവാണോ എന്ന് ചോദിച്ചാൽ ഉറക്കവുമല്ല ഉണർവുമല്ല എന്നുള്ളൊരവസ്ഥ. നമ്മൾ ഒരു തരം എന്താ പറയാ ട്രാൻസിലായിരിക്കുന്ന ഒരവസ്ഥ. ഈ അവസ്ഥയാണ് സ്വപ്നം എന്ന് പറയുന്നത്. നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം നമ്മുടെ ചിന്തകളെല്ലാം അടച്ച്, അതായത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെയെല്ലാം അടച്ച് നമ്മുടെ ശരീരം ഒരിടത്ത് കിടന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഉറക്കത്തിലേക്ക് വീഴുന്നതിന് മുമ്പ് നമ്മൾ വെറും ഓർമ്മകളിൽ മാത്രമായിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, ആ അവസ്ഥയാണ് സ്വപ്നം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക, അങ്ങനെ ബിംബങ്ങളെല്ലാം അങ്ങനെ ഓർത്ത് വെച്ചുകൊണ്ട് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ള അർത്ഥമല്ല. നമ്മൾ ട്രാൻസിലായിരിക്കുന്ന ഒരു അവസ്ഥ എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് ഈ സ്വത്വേന്ദ്രിയം എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. നമ്മുടെ സ്വത്വം, ഞാൻ എന്നുള്ള ഒരു അവസ്ഥയുണ്ട്. ഞാൻ എന്നുള്ളതിന്റെ പ്രാഗ്രൂപം എന്താണ്? എന്റെ ശരീരം തന്നെയാണ്. അപ്പോ ഞാൻ എന്നുള്ളതിന്റെ ആ അടിസ്ഥാനപരമായ ശരീരത്തെ, ആ ശരീരം എന്ന് പറയുന്നതിനെ അറിയുന്ന അനുഭവിക്കുന്ന ഒന്ന്. അവിടെ യുക്തിയില്ല, ശരീരപ്രവർത്തനങ്ങൾ എന്നിവ മാത്രമേ ഉള്ളൂ. അവിടെ ഓർമ്മകളില്ല, ജീവന്റെ പ്രവർത്തനം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് സ്വത്വേന്ദ്രിയം എന്ന് പറയുന്നത്. സ്വത്വേന്ദ്രിയങ്ങൾ വഴി കാരണലോകത്തെ വ്യാപാരങ്ങളിൽ വിധേയപ്പെടുന്നത്. അതായത് ധർമ്മം നമ്മളോട് എന്ത് പറയുന്നു, യൂറിനേറ്റ് ചെയ്യാൻ പറഞ്ഞ് യൂറിനേറ്റ് ചെയ്യുന്നു, വിയർക്കാൻ പറയുമ്പോൾ വിയർക്കുന്നു. അങ്ങനെ അത് മാത്രം ചെയ്യുന്ന, നമ്മൾ ഒരു ലോഡ് എടുക്കേണ്ടി വരുമ്പോൾ ലോഡ് എടുക്കുന്നു, ലോഡ് വിടേണ്ടി വരുമ്പോൾ ലോഡ് വിടുന്നു എന്ന് വെച്ചാൽ ആ ശരീരപ്രവർത്തനങ്ങൾ മാത്രം ചെയ്യുന്നതാണ് സ്വത്വേന്ദ്രിയം. അവിടെ കാരണലോകത്തെ വ്യാപാരങ്ങൾ എന്താണോ ആ വ്യാപാരങ്ങൾക്ക് വിധേയപ്പെടുന്ന അവസ്ഥയാണുള്ളത്. അതിനെയാണ് ശിക്ഷിതാവബോധം എന്ന് പറയും. നമ്മളൊരു ഒരു കസേര കണ്ടല്ല അതിൽ ഇരിക്കണമെങ്കിൽ നമ്മൾ ഇരിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരത്തെ വഴക്കിക്കൊണ്ടുവരണം. ആ ശരീരത്തെ വഴക്കിക്കൊണ്ടുവരുന്ന ആ ഒന്ന് നമുക്ക് വഴക്കമുണ്ടെങ്കിൽ മാത്രം സാധിക്കുന്ന ഒന്ന്, അല്ലെങ്കിലോ പലതവണ വഴങ്ങിയത് കൊണ്ട് മാത്രം നമുക്ക് കൈവന്ന തഴക്കം കൊണ്ട് ആർജിക്കുന്ന ഒന്ന്. അതാണ് ശിക്ഷിതാവബോധം എന്ന് പറയുന്നത്. നമുക്കൊരു കാര്യം ഒരു കത്തി കണ്ടാൽ എടുത്ത് ഉപയോഗിക്കാനോ, ഒരു വാഹനം കണ്ടാൽ എടുത്ത് ഉപയോഗിക്കാനോ ഒക്കെ നമുക്ക് കഴിയുന്നത് ശിക്ഷിതാവബോധം ഉള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ അതിലേക്ക് എത്തിയത്, അതായത് വാഹനം ഓടിക്കാൻ നമ്മൾ പഠിച്ചത് ശിക്ഷിതാവബോധത്തിന് യുക്തമായതുകൊണ്ടാണ്. അപ്പൊ ഇതാണ് മൂന്നാമത്തെ അവസ്ഥ. ഈ ശിക്ഷിതാവബോധത്തിന്റെ അവസ്ഥയിൽ ശരീരത്തിൻ്റെതായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള ആ ഒരു പ്രവർത്തനത്തിലേക്ക് പോകുന്നത് എപ്പോഴാണ്?
ശരീരപ്രവർത്തനങ്ങളിൽ യുക്തിയെയും ഓർമ്മകളെയും എല്ലാം ചേർത്ത് വെക്കുമ്പോഴോ അല്ല. യുക്തിയും ഓർമ്മയെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടും നമുക്ക് ആ അവസ്ഥയെ ബോധത്തെ ഉപയോഗിക്കാം. പക്ഷെ അത് പൂർണ്ണമായിട്ടും ആക്റ്റീവ് ആവുന്ന, അത് മാത്രമായിട്ട് ആക്റ്റീവ് ആവുന്ന ഒരവസ്ഥയാണ് നമ്മൾ സുഷുപ്തി എന്ന് പറയുക. അതായത് ഉറക്കം എന്ന അവസ്ഥ. ഉറക്കത്തിലാണ് ശരീരം അതിന്റെ സമ്പൂർണ്ണ സ്വാധീനത്തിൽ പൂർണ്ണമായും ഉണർന്നിരിക്കുക. ശരീരം ആക്റ്റീവ് ആകുന്ന അവസ്ഥ, ശരീരം സമ്പൂർണമായിട്ടും അതിന്റെ മാത്രം സ്വാധീനത്തിൽ, സ്വയം സംഘാടകത്വത്തിന്റെ ആ സ്വാധീനത്തിൽ ഉണർന്നിരിക്കുന്ന ഒരവസ്ഥയാണ് സുഷുപ്തി എന്ന് പറയുന്നത്. അതേ സുഷുപ്തമായ ഈ ശരീരം മറ്റു വ്യാപാരങ്ങളിൽ ഏർപ്പെടുന്ന സമയത്ത് ഓർമ്മകളും നമ്മുടെ ബുദ്ധിയും എല്ലാം ചേർത്തിണക്കി കൊണ്ടുപോകുന്ന സമയത്താണ് ജീവിതം ആക്റ്റീവായിട്ട് വരുന്നത്. ഇത് രണ്ടവസ്ഥകളാണ്. അപ്പോ സുഷുപ്തി എന്ന് പറയുന്നത് ശരീരപ്രവർത്തനങ്ങളുടെ നിയന്ത്രണം പൂർണ്ണമായിട്ടും ശരീരത്തിന് തന്നെ ആയിരിക്കുന്ന ഒരവസ്ഥയിൽ, മറ്റൊന്നിനും അല്ലാത്തൊരവസ്ഥയിലാണ് സുഷുപ്തിയിലേക്കാവും. ഈ സുഷുപ്തിയിലാവുന്ന ഒരവസ്ഥ നമ്മൾ സാധാരണ രീതിയിൽ കിടന്നുകൊണ്ടാണ് ചെയ്യുന്നത്. കിടന്നുകൊണ്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മറ്റു വ്യാപാരങ്ങളെ എല്ലാം കട്ട് ചെയ്തിട്ട് ആണ് നിൽക്കുന്നതെങ്കിൽ, കട്ട് ചെയ്യാതെ നിൽക്കുകയാണെങ്കിലോ, ജാഗ്രതയിൽ തന്നെ ആയിരിക്കുമ്പോഴോ, ആ ആയിരിക്കുന്ന സമയത്ത് ജാഗ്രതയിൽ തന്നെ ആയിരുന്ന് നമ്മൾ ചിന്തകളുടെ ലോകത്തു നിന്നും മാറി, സ്വപ്നത്തിന്റെ ലോകത്തു നിന്നും മാറി സുഷുപ്തമായിട്ടൊരു അവസ്ഥയിൽ ശരീരത്തെ വിട്ടുകൊടുക്കുകയാണെങ്കിൽ അവിടെ ജീവൽ പ്രവർത്തനങ്ങൾ എന്താണോ ആ ജീവൽ പ്രവർത്തനങ്ങൾ എല്ലാം നടക്കുക. അതായത് ശരീരപ്രവർത്തനം നടക്കുക എന്നുള്ളതിനും അപ്പുറത്തേക്ക് ജീവന്റെ അടിസ്ഥാന നിയമങ്ങൾ ജീവേന്ദ്രിയങ്ങൾ വഴി കാരണലോകത്തിലായിരിക്കും. അതായത് എന്താണോ ധർമ്മം, ആ ധർമ്മത്തിന്റെ ലോകത്തിലായിരിക്കുന്ന, ധർമ്മത്തെ തിരിച്ചറിയുന്ന, ധർമ്മമായിരിക്കുന്ന ആ ഒരവസ്ഥയാണ് സഹജാവബോധത്തിൻ്റെതായ ഒരു തലം. അതാണ് തുരീയം അഥവാ നാലാമത്തെ തലം എന്ന് പറയുന്നത്. തുരീയം എന്നുള്ള വാക്കിനർത്ഥം നാലാമത്തേത് എന്നാണ്. നാലാമത്തേതായിരിക്കുന്ന ഒരവസ്ഥ. നാലാമത്തെ അവസ്ഥയിലാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൂർണ്ണമായിട്ടും സുഷുപ്തിയുടെ തന്നെ ഘട്ടത്തിൽ ജാഗ്രതയിലായിരിക്കുമ്പോൾ, സുഷുപ്തിയിൽ ജാഗ്രതയിലായിരിക്കുന്ന സമയത്ത് നമുക്ക് പൂർണ്ണമായിട്ടും, അതായത് ജീവിത വ്യാപാരങ്ങളിലെ ജീവശരീരത്തിന്റെ ശുചീകരണത്തിലോ റെസിലിയൻസിലോ ഒക്കെ ചെന്ന് നിൽക്കുന്നതിനും പകരം അതിന്റെ അകത്ത് കാരണശരീരത്തിന്റെ ആ ഒരു അവസ്ഥയിൽ, കാരണലോകത്തിലായിരിക്കുന്ന ഒരവസ്ഥ. ജീവൽ പ്രവർത്തനങ്ങൾ എന്താണോ, ജീവന്റെ പ്രതിഭാസങ്ങൾ എന്താണോ, ആ പ്രതിഭാസത്തിന്റെ തലത്തിലായിരിക്കുന്ന ഒരവസ്ഥ. ഇതിനെയാണ് സഹജാവബോധം എന്ന് പറയുന്നത്. ഈ സഹജാവബോധാവസ്ഥയാണ് തുരീയം എന്ന് പറയുന്നത്. ഇനിയോ അവിടെ കൊണ്ട് തീരുന്നുണ്ടോ? ഇല്ല. നമ്മൾ അവിടേക്ക് എത്തുന്ന സമയത്ത്, തുരീയാവസ്ഥയിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് പൂർണ്ണമായിട്ട് ലയമുണ്ടാവുകയും അതിനും അപ്പുറവും ഇപ്പുറവുമുള്ള എല്ലാ ഇടങ്ങളിലേക്കും ഈ ബോധാവസ്ഥയെ വ്യാപിപ്പിക്കാനും, അതായത് ജാഗ്രത്തിന്റെ അവസ്ഥയിലേക്കും സ്വപ്നത്തിന്റെ അവസ്ഥയിലേക്കും സുഷുപ്തിയുടെ അവസ്ഥയിലേക്കും തുരീയത്തിന്റെ അവസ്ഥയിലേക്കും തുരീയാതീതാവസ്ഥയിലേക്കും. തുരീയാതീതാവസ്ഥ എന്ന് പറയുന്നത് തുരീയത്തിനപ്പുറത്തുള്ള അവസ്ഥ. ഏതാണ് തുരീയത്തിനപ്പുറത്തുള്ള അവസ്ഥ? അത് പറയുമ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞ് ലിമിറ്റ് ചെയ്തിട്ടുള്ള 5 അവസ്ഥയുടെ വെളിയിലേക്ക് പോകേണ്ടി വരും. അതായത് നമ്മൾ ജാഗ്രത എന്ന് പറയുന്നതിനും വെളിയില്, ജാഗ്രത എന്നുള്ളത് നമ്മൾ ഉണർന്നിരിക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ ആ ഉണർവിൽ നമ്മൾ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥയാണ് നമ്മൾ പ്രത്യക്ഷം എന്ന് പറയും. നമ്മുടെ കർമ്മേന്ദ്രിയങ്ങൾ ആക്റ്റീവ് ആകുന്ന ഒരവസ്ഥയാണ്. കർമ്മേന്ദ്രിയങ്ങൾ ആക്റ്റീവായിട്ട് ഈ സ്ഥൂല ശരീരത്തിനും അപ്പുറത്ത് പ്രവർത്തന ശരീരത്തിലേക്ക് പോകുന്നതാണ് ആ ഒരവസ്ഥ. അതിനും അപ്പുറത്ത് നമ്മൾ നമ്മുടെ പരിസ്ഥിതിയുമായിട്ട് ഇടപെടുന്ന സമയത്ത് നമ്മൾ അനുഭവങ്ങളുടെ ഒരു ലോകത്ത്, പാരസ്പര്യത്തിന്റെ ഒരു ലോകത്ത്, ഇടപെടലിന്റെ ഒരു ലോകത്ത് ഇടപെടുന്നുണ്ട്. അവിടെയാണ് നമുക്ക് ജീവിതത്തിൽ എക്സ്പീരിയൻസസ് ഉണ്ടാകും. ആ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മൾ എന്താണോ, നമ്മൾ എന്ത് പ്രവർത്തനം ചെയ്തോ, നമ്മൾ എന്ത് വിചാരം ചെയ്തതിനനുസരിച്ചായിരിക്കും ഉണ്ടാവുക. ഈ അനുഭവങ്ങളുടെ ലോകം എന്ന് പറയുന്നത് ഉപരിവ്യവസ്ഥയും നമ്മുടെ ജീവാവസ്ഥയും എല്ലാം കൂടെ നമുക്ക് പ്രദാനം ചെയ്യുന്നതാണ്. ഈ അവസ്ഥയിലേക്ക് പോകും. ഈ അവസ്ഥയാണ് നമ്മൾ അകത്തുകൂടെ യാത്ര ചെയ്ത് തുര്യാതീതത്തിൽ എത്തുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നത്. അത് തന്നെയാണ് തുര്യാതീതം എന്ന് പറയുന്നത്. അതായത് അകത്തുമല്ല പുറത്തുമല്ല, അല്ലെങ്കിൽ അകത്തുമാണ് പുറത്തുമാണ് എന്ന് പറയുന്നത്. അതാണ് വെളിയുൾ എന്ന് പറയുന്നത്. വെളിയുൾ എന്ന് പറയുന്ന ഒരു ബോധാവസ്ഥയാണ് തുര്യാതീതം എന്ന് പറയുന്നത്. ഞാനീ പറയുന്നത് എന്റെ അനുഭവം വെച്ചിട്ടാണ്. ഒരുപക്ഷെ മറ്റ് ആചാര്യന്മാർക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടായിരിക്കാം. ഞാൻ ഇതിനെ അനുഭവിച്ചത് ഇങ്ങനെയാണ്. അകത്തും പുറത്തും ഒന്ന് തന്നെയായിരിക്കുന്ന ഒരവസ്ഥയാണ് വെളിയുൾ എന്ന് പറയുന്നത്, തുര്യാതീതം എന്ന് പറയുന്നത്. ഇപ്പൊ മണിയേട്ടൻ പറഞ്ഞിട്ടുള്ള തുര്യാതീത അവസ്ഥ എന്ന് പറയുന്നത് തുര്യത്തിനുമകത്ത്, തുര്യവും കടന്നു പോകുന്ന പരമായ ഈശ്വരീയം എന്നുള്ള അവസ്ഥയെ കൃത്യമായിട്ട് സ്പർശിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോ പരമേന്ദ്രിയങ്ങൾ വഴി കാരണകാരണ ലോകത്തിൽ, കാരണലോകം നമുക്ക് മനസ്സിലായി,
അതായത് എല്ലാത്തിന്റെയും പോസ് ആയിട്ടുള്ള ഒരവസ്ഥ. അതിനും കാരണമാകുന്നത്, അതായത് ഈ ജീവസത്തയുടെ ആത്മാവിന്റെ ഈ ഒരു രൂപീകരണത്തിനും കാരണമാകുന്ന ആ ഒന്നിന്റെ ലോകത്ത് ആയിരിക്കുന്ന വെളിയുൾ ബോധാവസ്ഥയാണ് തുര്യാതീതം എന്ന് പറയുന്നത്. അപ്പോ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് ഒന്നുകൂടെ പറയാം. അതായത് അവസ്ഥകൾ എന്ന് പറയുന്നത് നമ്മുടെ ബോധതലങ്ങളാണ്. അത് ഏറ്റവും ഉണർന്നിരിക്കുന്ന അവസ്ഥ ജാഗ്രത്. ഉണർവിൽ നിന്നും പിന്മാറി നമ്മളെ ഓർമ്മകളുടെ ലോകത്തായിരിക്കുന്നത് സ്വപ്നം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഓർമ്മകളുടെയും ലോകം മാറി നമ്മൾ പൂർണ്ണമായിട്ടും വിശ്രാന്തിയിലായിരിക്കുന്ന അവസ്ഥയാണ് സുഷുപ്തി എന്ന് പറയുന്നത്. ആ സുഷുപ്തിയുടെ സമയത്ത് ആക്റ്റീവായിട്ടുള്ള ശരീരമുണ്ടല്ലോ, അതിനെയും വെടിഞ്ഞ് ജാഗ്രതയുടെ സഹായം വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ജാഗ്രത എപ്പോഴും കൂടെ നിൽക്കണമെന്നൊന്നുമില്ല, അതിനുമപ്പുറത്ത് ജീവൽ പ്രവർത്തനങ്ങളുടെ മാത്രം, അതായത് ശരീരപ്രവർത്തനം എന്നുള്ളതിന് പകരം ശരീരത്തിന് സത്തയുടെ സ്വാധീനമുണ്ട്, ഞാൻ എന്നുള്ള വ്യക്തിയുടെ സ്വാധീനമുണ്ട്. അതും വിട്ടിട്ട് അതിനുമപ്പുറത്ത് ജീവൽ പ്രവർത്തനങ്ങളിൽ മാത്രമായിരിക്കുന്ന ഒരവസ്ഥയാണ് തുരീയം. ജീവൽ പ്രവർത്തനം വിട്ടു വിശ്വത്തിന്റെ പ്രവർത്തനങ്ങളിലേക്ക്, ആ ലോകത്തേക്ക് നമ്മളുടെ ബോധത്തെ കൊണ്ടുപോകാൻ നമുക്ക് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ബോധം അവിടേക്ക് വഴുതി വീഴുന്ന സമയത്ത് നമ്മിൽ സംഭവിക്കുന്നതാണ് തുര്യാതീതം എന്ന് പറയുന്ന ഒരവസ്ഥ. അപ്പോ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, തുരീയം, തുര്യാതീതം എന്നുള്ള 5 അവസ്ഥകളെ കുറിച്ചാണ് മണികേട്ടൻ ഈ 96 തത്വങ്ങളിൽ നമ്മളെ പഠിപ്പിച്ചത്. അപ്പോ ഈ അവസ്ഥകളിലൂടെ ഉണർന്നും ഉറങ്ങിയുമുള്ള ചാക്രിക യാത്രയാണ് ഓരോ ശരീരത്തിന്റെയും ജീവിതം. ഇത് പറയുന്നതിനിടയ്ക്ക് ഞാൻ പറഞ്ഞ മറ്റ് ഘട്ടങ്ങൾ, അതായത് പ്രത്യക്ഷം, പ്രത്യക്ഷ മനസ്സ്, അല്ലെ പ്രത്യക്ഷ ബോധം, പ്രതിബോധം എന്നൊക്കെ പറയുന്നത് ഇതിന്റെ വെളിയിലുള്ള അവസ്ഥയാണ്. അത് തുര്യാതീതത്തിലൂടെ കറങ്ങിയിറങ്ങുമ്പോൾ നമ്മൾ പരിചയപ്പെടുന്ന ഇടങ്ങളാണ്. ഇത് ജീവിതത്തിലെ എല്ലാവരും കൈകാര്യം ചെയ്യുന്ന ഒരു ഏരിയ അല്ല. ഇക്കോ സ്പിരിച്വാലിറ്റിയുടെ ഒരു ഏരിയയിൽ നമ്മൾ അങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കുന്നത്. നമ്മുടെ അനുഭവങ്ങളും അങ്ങനെയാണ്. നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ആ അനുഭവത്തിലേക്കാണ് എനിക്ക് നിങ്ങളെ കൊണ്ടുപോകുവാനും കഴിയും. അപ്പോ ഈ അവസ്ഥയിലൂടെ ഉറങ്ങിയും ഉണർന്നുമുള്ള ചാക്രിക യാത്രയാണ് ഓരോ ശരീരത്തിന്റെയും ജീവിതം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൽ ഈ 5 അവസ്ഥകൾ ഉണ്ടെന്നാണ് നമ്മുടെ ഗുരു നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഞാൻ 96 തത്വങ്ങളുടെ ഈ 14ാമത്തെ എപ്പിസോഡ് ഇവിടെ പൂർത്തീകരിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.